കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എന്തിനും ഏതിനും ഇറങ്ങിയ തടസ്സങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു അയ, അത് പല സ്ഥലത്തും പലത് പറയും, അതായത് നമ്മളുടെ തുണി വിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കയർ, അതിന് അശ, അയൽ, അഴ, അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകൾ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരെണ്ണം നമ്മളുടെ ഫ്രണ്ട് വാതിലിന് കുറുകെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അശ അവിടെ പാടില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ വീടിൻ്റെ പുറകിൽ എപ്പോഴും ശക്തമായിട്ടുള്ളൊരു മതിലുണ്ടായിരിക്കണം. അപ്പോൾ മതിൽ കെട്ടാൻ ഒരുപക്ഷെ സാമ്പത്തികം ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്ക് സൈഡ് മറച്ചെടുത്താലും മതിയാവും. അപ്പം നമുക്കതിനൊരു ബാക്ക് സപ്പോർട്ടിങ് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെക്കി നമ്മുടെ അവസരങ്ങളെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാന വാതിലിൻ്റെ സ്ഥാനം, അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ഇപ്പം നമുക്കൊരു 2-5 കോമ്പിനേഷനിലാണ് നമ്മുടെ പ്രധാന ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ ലോസാണ്. നമ്മൾ എന്തിനിറങ്ങി ചെന്നാലും നഷ്ടം എന്നുള്ളൊരു കണക്കാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മളൊരു ഫെങ്ഷു കൺസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ പൊളിക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ 2-5 നിങ്ങളുടെ മെയിൻ ഡോർ വരികയാണെങ്കിൽ മാത്രമാണ് മാറ്റി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല റെമഡി എന്ന് പറയുന്നത്, അവിടെ ആണ് നിങ്ങളുടെ മെയിൻ ഡോർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഫെങ്ഷുവിൽ ചില റെമഡികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും ഉത്തമമാണ് മാറ്റി വയ്ക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു വാടക വീടാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി വയ്ക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെമഡി ചെയ്യാം. ഒരു ഫ്ലാറ്റിലാണെങ്കിലും മാറ്റാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെമഡി ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 7-7 ഒരു 9-7 കോമ്പിനേഷനിലാണ് നമ്മുടെ എൻട്രൻസ് നിൽക്കുന്നതെങ്കിൽ കടബാധ്യതകൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും നമുക്കിതുപോലെ പിന്നെ എൻ്റെ റെമഡികൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എൻട്രൻസ് ഏതാണ്, നിങ്ങളുടെ ബെഡ്റൂം ഏതാണ് എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 7-7 കോമ്പിനേഷനിലാണ് നിങ്ങളുടെ ഡോറ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 4 അടി നീളവും 4 അടി വീതിയുള്ള ഒരു ബ്ലൂ കളർ മാറ്റ് ഇട്ടാൽ പോലും ഒരു പരിധി വരെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറും. അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ചെറിയ ചെറിയ പരിഹാരങ്ങളിലൂടെ വലിയ വലിയ ജീവിത വിജയങ്ങൾ നേടാൻ ഫെങ്ഷുയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് പഗോഡ ടവറാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കാം. ഇത് 5 എലമെൻറ്റ് പഗോഡയാണ്. ഞാനിപ്പോൾ സംസാരിച്ച് നിർത്തിയതേ ഉള്ളൂ. നമുക്ക് ഈ 2-5 കോമ്പിനേഷനിൽ നമ്മുടെ എൻട്രൻസിൽ ഇത് വയ്ക്കാവുന്നതാണ്. 2-5 വരുന്ന സ്ഥലത്ത് 5-2 വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ലാഫൻ ബുദ്ധിയാണ്. ഇത് നമുക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുതരാനായിട്ട് സ്വീകരണ മുറിയിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് വിക്ടറി ഹോഴ്സ് ആണ്. ഇത് നമുക്ക് പേരും പ്രശസ്തിയും വിജയവും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കാവുന്നതാണ്. ഇത് വന്നിട്ട് ഒരു ഫ്രോഗാണ്. ഇത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പ്രധാന വാതിലിന് സമീപത്ത് വെക്കാവുന്നതാണ്. ഇത് ഒരു ശ്രീബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. വീട്ടിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവാനായിട്ട് ഇത് നമുക്ക് അവിടെ തൂക്കാവുന്നതാണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്ത് തൂക്കാവുന്നതാണ്, പിന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.